തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ചേർന്ന് സഞ്ചരിക്കുവാനുമുള്ള അവസരമാണല്ലോ വലിയ നോയമ്പിന്റെ ദിവസങ്ങൾ. ഈ ചേർന്നുള്ള സഞ്ചാരത്തിലൂടെ ദൈവവുമായി ഏകീഭവിച്ച് ഒന്നായി മാറുവാനുള്ള ആത്മീയ ഔന്നത്യത്തിലേക്ക് വളരുവാൻ ഈ ദിവസങ്ങളെ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം കോഴിക്കോട്ട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇന്ത്യയുടെ അഭിമാനപുത്രി ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസുമായി പ്രസിദ്ധ പത്രപ്രവർത്തക പ്രീതി ചൗധരി നടത്തിയ അഭിമുഖം വായിക്കുവാനിടയായി. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ എന്തൊക്കെ വികാരമാണ് മനസ്സിൽ കടന്നു വരുന്നത് എന്ന ചോദ്യത്തിന് അവർ നൽകിയ 4 ഉത്തരങ്ങൾ വളരെ ചിന്തോദ്ദീപകമായി തോന്നി. 1, അവിടെ നിന്ന് നോക്കുമ്പോൾ രാജ്യങ്ങൾക്ക് അതിർത്തികൾ കാണുന്നില്ല, നാം എല്ലാം ഒരു ചെറിയ വീട്ടിൽ ഒന്നായി താമസിക്കുന്നത് പോലെ തോന്നി. 2, ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഞാൻ എത്ര ചെറുതാണെന്ന് എനിക്ക് തോന്നി. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ സൗരയൂഥം എത്ര ചെറുതായിരിക്കുന്നു. അതിലെ ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിലെ ഒരു ചെറിയ കോണിലിരിക്കുന്ന ഞാൻ എത്ര ചെറിയവളാണ് എന്നെനിക്ക് അനുഭവപ്പെട്ടു. 3, ഇത്രയും ബൃഹത്തായ ഒരു ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തി എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമായി. ശാസ്ത്രം എത്ര വളർന്നാലും ഇനിയും മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത കോടാനുകൂടി രഹസ്യങ്ങളുടെ കലവറ ദൈവത്തിന്റെ സൂക്ഷിപ്പിൽ ഉണ്ട് എന്ന വിശ്വാസം എന്നിൽ വർദ്ധിച്ചു. 4, ബഹിരാകാശ ദൗത്യം വളരെ അപകടം നിറഞ്ഞതാണ്. ഞങ്ങളുടെ ദൗത്യം 8 ദിവസത്തേക്കാണ് ആരംഭിച്ചത്. പക്ഷേ അത് 286 ദിവസങ്ങളിലേക്ക് നീണ്ടു. ആത്മധൈര്യം, ദൃഢനിശ്ചയം, നല്ല പരിശീലനം, ഇവ 3ഉം കൈമുതലായി ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെ നമുക്ക് ധൈര്യത്തോടെ നേരിടാം. കൂടാതെ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ തെറ്റാത്ത കണക്കുകൂട്ടലുകളുമായി കൂടെ നിൽക്കുന്ന അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്തു. വലിയ നോയമ്പിന്റെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ആത്മീയ ഉൾക്കാഴ്ച ഈ ഉത്തരങ്ങളിൽ അനുഭവപ്പെട്ടു. ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള നമ്മുടെ ആർത്തിക്ക് വിരക്തി പ്രഖ്യാപിക്കുവാനും കൃത്യമായ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ആത്മീയമായി ഉയരുവാനും നമുക്ക് കഴിയണം. അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് ഉയർന്ന് ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ഒരു വ്യക്തി അവിടെ നിന്ന് ഭൂമിയെ കാണുമ്പോൾ മനസ്സുയർന്ന വികാരമെന്ന നിലയിൽ ആ വാക്കുകൾ എത്ര പ്രസക്തമാണ്. ഒന്നാമതവർ പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയുടെ വേലിക്കെട്ടുകൾ കാണുന്നില്ല എന്നാണല്ലോ. ആത്മീയമായി ഉയരുന്ന ഒരു വ്യക്തിയിൽ ആദ്യം ഉണ്ടാകേണ്ട തിരിച്ചറിവാണിത്. വസുധ ഏക കുടുംബം എന്ന് പാടിയ ഋഷിവരന്മാരുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഒരു ആഗോള സാഹോദര്യത്തിന്റെ സൗഹൃദമാണ് ആത്മീയ വളർച്ചയിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതിനു പകരം ഇന്ന് എല്ലാ മേഖലകളിലും അതിരുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. സ്വാർത്ഥതയുടെ ചെറിയ വേലിക്കെട്ടിനുള്ളിലും മതിൽക്കെട്ടിനുള്ളിലും മനുഷ്യൻ ഏകാന്തതയുടെ തടവുകാരായി കഴിയുവാൻ മത്സരിക്കുകയാണ്. രാജ്യങ്ങൾക്ക് അതിർത്തി ലംഘിച്ചാൽ ശത്രുതയും യുദ്ധവും. മതങ്ങൾക്ക് അതിർത്തി ലംഘിച്ചാൽ മതസ്പർദ്ധയും വർഗീയ ലഹളയും. സമ്പന്നർക്കും ദരിദ്രർക്കും തമ്മിൽ അതിർത്തി, പരസ്പരം സൗഹൃദമില്ല, സാഹോദര്യമില്ല. സാമൂഹിക ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിലെല്ലാം അതിരുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. മുറിക്കപ്പെട്ട സൗഹൃദങ്ങളും വിഭജിക്കപ്പെട്ട ദൈവങ്ങളും ആണ് എവിടെയും. വിഭാഗീയതയുടെയും അനൈക്യത്തിന്റെയും വിഷങ്ങൾ അന്തരീക്ഷ വായുവിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ നാം ജീവിക്കുകയാണ്. ഇന്ന് കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കിയ സംഭവം സഭ അനുസ്മരിക്കുന്ന ആഴ്ചയാണല്ലോ. കുഷ്ഠരോഗിയെ പോലും സ്പർശനത്തിലൂടെ ചേർത്ത് നിർത്തി സ്നേഹിച്ച സാഹോദര്യത്തിന്റെ മാതൃകയാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. നാം ആത്മീയമായി വളർച്ചയിലേക്ക് ഉയരുമ്പോൾ ഈ ഒരു ആഗോള സാഹോദര്യം വളർത്തുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. 2ാമത് അവർ പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണെന്ന് ബോധ്യമായി എന്നാണ്. ആത്മീയമായ ഔന്നത്യത്തിലെത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ട വലിയ തിരിച്ചറിവാണിത്. പ്രപഞ്ചത്തിന്റെ വലിപ്പവുമായി ദൈവത്തിന്റെ ഔന്നത്യത്വവുമായി നാം നമ്മെ താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മുടെ നിസ്സാരത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. നാം എവിടെയും അവരവരുടെ വലിപ്പം ആഘോഷിക്കുവാനും അംഗീകരിക്കുവാനും തത്രപ്പെടുകയാണ്. അധികാരത്തിന്റെ വലിപ്പം, പണത്തിന്റെ വലിപ്പം, വിദ്യാഭ്യാസത്തിന്റെ വലിപ്പം, ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ വലിപ്പമൊക്കെ തലയ്ക്ക് പിടിച്ച് മതോന്മത്തരായി വലിപ്പം ആഘോഷിക്കുന്നവരുടെ അറപ്പുളവാക്കുന്ന വലിപ്പ പ്രകടനങ്ങൾ ഇന്ന് എവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. കുഷ്ഠരോഗിയുടെ ബാഹ്യശരീരം നമ്മിൽ ഉളവാക്കുന്ന അറപ്പിനേക്കാൾ ഗർഭികളുടെ ഗർഭിന്റെ ദുർഗന്ധം എത്ര അറപ്പാണ് നമ്മിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കണം.
മൂന്നാമതായി ആത്മീയമായ ഔന്നത്യത്തിലെത്തുമ്പോൾ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൻ്റെ മാഹാത്മ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മീയ വളർച്ചയില്ലാത്തവർ ദൈവത്തെ അവരവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരും തങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും ഉണ്ടാകാതിരിക്കുവാൻ ഭയന്ന് പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മീയമായി വളരുവാനോ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുവാനോ സാധ്യമല്ല. നാലാമത്, എത്ര വലിയ പ്രതിസന്ധികളെയും ആത്മധൈര്യം, ദൃഢനിശ്ചയം, നല്ല പരിശീലനം എന്നീ 3 വ്യക്തിത്വത്തിൻ്റെ കരുത്തുകൊണ്ട് നേരിടുവാനും നമ്മുടെ കണക്കുകൂട്ടലുകൾ പരാജയപ്പെടുന്നിടത്ത് നമുക്ക് വേണ്ടി കൃത്യമായി കണക്കുകൂട്ടലുകൾ നടത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അവനോട് കൂടെ ചേർന്ന് സഞ്ചരിക്കുവാനും നമുക്ക് കഴിയണം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി അല്ല എന്ന് സ്വയം പറഞ്ഞ് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ഇത് ആത്മീയ വളർച്ചയുടെ 4ാമത്തെ ലക്ഷണമാണ്. ഇന്ന് പരിശുദ്ധ സഭ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ദിവസമാണല്ലോ. വളർച്ചയില്ലാത്ത ആത്മീയ കുഷ്ഠരോഗമാണ്. ആത്മീയ രംഗത്ത് പുതിയ ഉൾക്കാഴ്ച ഉണ്ടാകുവാനും വളർച്ച പ്രാപിക്കുവാനും ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.